ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയാണ്. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സൗണ്ട് വ്യത്യാസമായിരുന്നു, ജർക്കിങ്, വണ്ടി നല്ല വൈബ്രേഷൻ ആയിരുന്നു വണ്ടി കേട്ടോ. പിന്നെ മീറ്റർ ഓൾറെഡി സ്പീഡോമീറ്റർ വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സൂചി വളരെ പെട്ടെന്ന് 120-140 കയറി വരുന്ന ഒരു കണ്ടീഷനിലായിരുന്നു. അത് മെക്കാനിസത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ്. നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് ജനറലായിട്ട് സർവീസ് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട്. എൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിപ്പോൾ കിടക്കുന്നത് ഒറിജിനൽ ലൈനർ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷേ അതൊരു പുതിയ ലൈനറാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് എന്തെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണല്ലോ. ഈ ഒരു സർവീസ് തുടങ്ങി നമുക്ക് ഇതേപോലെ എടുത്ത് ഓടട്ടെ. എന്നിട്ട് പിന്നീട് നമുക്ക് ലൈനർ മാറ്റിയിടുമ്പോൾ കമ്പനി ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബ്രേക്ക് ലൈനർ നമ്മളിപ്പോൾ ഇത് കിടക്കണോണ്ട് തന്നെ ചെറിയൊരു ചതവ് പോലെ കാണിക്കും, ചതച്ചിൽ പോലെ കാണിക്കും. അത് ഈ ലൈനറിൻ്റെയാണ്. തൽക്കാലം അങ്ങനെ കിടന്ന് ഓടട്ടെ, പിന്നീട് മാറ്റിയാലും മതി. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് അയച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കേട്ടോ. ഹബിന് വേറെ നിലയിൽ ഇപ്പോൾ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്ക് കിടക്കുന്നത് കേട്ടോ. എയർ ഫിൽറ്ററൊക്കെ ഒറിജിനലാണ്. നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിനകത്ത് അത്യാവശ്യം കുറച്ച് കംപ്ലൈൻറ്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ CVT ക്ലച്ചിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഓരോ സർവീസിനും കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തിൻ്റെ തേയ്മാനം കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കൈയോടെ അത് മാറ്റി റീസെറ്റ് ചെയ്ത് ചെയ്യാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വീലുകൾ പോകും. അപ്പോൾ ഇവിടെ സംഭവിച്ചാണ് അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം ഈ കാണുന്ന മൊത്തം പൊടി പിടിച്ചിട്ടൊക്കെ ബെൽറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ ക്ലച്ച് ഷൂ വർക്ക് ചെയ്യുന്നതിൻ്റെ പൊടിയൊക്കെ നമ്മളിതിനെ ഓരോ സർവീസിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് കളയണം. അതേപോലെ തന്നെ ക്ലച്ച് ഗ്രീസിംഗ് നമുക്ക് ആവശ്യമായിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പഴിച്ചാണ്. ക്ലച്ചിന് നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ വേരിയേറ്റർ ബോഡി, ഈ ബോസ് ഡ്രൈവൊക്കെ ഇത്രയും ലൂസാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് പീരിയോഡിക് സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ചെറിയൊരു പ്ലേ വരുമ്പോൾ തന്നെ നമ്മൾ സംഭവം മാറ്റി കളയാൻ പറയും. കാരണം അപ്പോൾ കുറച്ച് നേരത്തെ നമ്മളത് ചെയ്യും. കാരണം ഇത്രയും കംപ്ലൈൻറ്റിലേക്ക് പോകുമ്പോൾ പ്രോബ്ലം വെച്ച് ബാക്കിത്തെ എല്ലാ സാധനങ്ങളും തന്നെ ഡാമേജ് വന്നേക്കാം. ഇവിടെ വീലൊക്കെ അടിച്ചു പോയുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല തേയ്മാനം വന്നിട്ടുണ്ട്. റോളർ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് തള്ളി പുറത്തേക്ക് വന്നു. ഈ വീൽ എനിക്കൊന്നും ഇത് വർഷത്തിൽ അഴിക്കാൻ നോക്കിയപ്പോൾ പറ്റിയാണ്. ഈ വീലും ഓൾറെഡി പൊട്ടിയാണ് ഇരിക്കണം. ഈ ഭാഗത്ത് ദീപൻ്റെ ഭാഗത്ത് പൊട്ട് വീണാണുണ്ടോ. പക്ഷെ അത് വേറെ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡാമേജ് വന്നിട്ടില്ല. തന്നെയല്ല നമ്മുടെ ഈ ഐറ്റം അവൈലബിൾ അല്ല. സ്റ്റോക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൈയോടെ അതുകൂടി മാറ്റി കളയാറുള്ളൂ. ഇനി ഇത് നിലവിൽ കിടന്ന് ഓടിയെന്ന് എഴുതിയിട്ട് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല, നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഇടാം. കാരണം ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ടൂൾസ് പിടിച്ചതിന് ശേഷമാണ് നെട്ട് അഴിക്കുക. അങ്ങനെ അഴിച്ചപ്പോൾ ബലം കൊടുത്ത് അഴിച്ചപ്പോൾ പൊട്ടിപ്പോയേക്കാണ്. നമ്മൾ ഓൾറെഡി ഹൈഡ്രോളിക് ന്യൂമാറ്റിക്കിലാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരു പ്രോബ്ലം അല്ല. ഇനി നമുക്ക് അടുത്ത സർവീസിൽ, അടുത്ത ജനറലായിട്ട് കയറ്റുന്ന സർവീസിൽ നമുക്ക് ഐറ്റം വേണമെങ്കിൽ നമുക്ക് മാറ്റി കളയാവുന്നതുള്ളൂ. ഇത് കിടന്ന് ഓടിയെന്ന് എഴുതി യാതൊരുവിധ കംപ്ലൈൻറ്റും ചേട്ടാ, നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് തന്നെ പറഞ്ഞു വിടാം. അപ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ട. നമ്മളിപ്പോൾ ഐറ്റം ഓൾറെഡി നമുക്ക് അതിന് അത്യാവശ്യം വരാത്തതുകൊണ്ട് തന്നെ ആരും ഒരു സ്ഥലത്തും സ്റ്റോക്ക് വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി. ബെൽറ്റ് വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ്. ബെൽറ്റിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ചേട്ടോ, ഡാമേജോ കാര്യങ്ങളൊന്നും ബെൽറ്റിൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല. നമുക്ക് അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി, ഈ വീലുകളാണ് കംപ്ലൈൻറ്റ് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഈ നെട്ട്, ക്ലച്ചിനകത്ത് വരുന്ന സ്പെഷ്യൽ നെട്ടാണ്, അതൊക്കെ വെട്ടിയൊക്കെയാണ് അഴിച്ചാണ്. കാരണം ശരിക്കും നമുക്ക് ഓരോ നെട്ട് ബോൾട്ടൊക്കെ അഴിക്കാനായിട്ട് ഓരോ സ്പെഷ്യൽ ടൂളുകളൊക്കെ ഉണ്ട്. അതൊന്നും യൂസ് ചെയ്തിട്ടല്ല, ഇത് വെറുതെ വെട്ടിയാണ് അഴിച്ചെടുത്തേണ്ടത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വീലുകളൊക്കെ, ഈ വീലൊക്കെ നമുക്ക് നോക്കുമ്പോൾ ചെറിയ തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രസൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ചിലവ് വരുത്തി വയ്ക്കുന്ന കുറേ ഭാഗങ്ങൾ. ഇതൊക്കെ നമ്മൾ ഓരോ സർവീസിലും ജനറലായിട്ട് കയറുമ്പോൾ ഓരോ ജനറൽ സർവീസിലും ഇതൊക്കെ നമുക്ക് അഴിച്ച് ഗ്രീസ് ചെയ്തിടണം. കാരണം നമുക്ക് ഈ ക്ലച്ചിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നും നിലവിൽ വരുന്നില്ല. ബെൽറ്റിലാണ് വണ്ടി ഓടാം. അപ്പോൾ തന്നെ ഡ്രൈ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം മൂവ്മെൻറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ ഗ്രീസ് ചെയ്യണം. അപ്പോൾ ഈ വീലൊക്കെ നിർബന്ധമായിട്ട് ഗ്രീസ് ചെയ്യേണ്ട ഭാഗങ്ങളാണ്. ചെറിയ തുരുമ്പ് കണ്ടാൽ പോലും നമ്മൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ ഡാമേജുള്ള ഭാഗങ്ങൾ, പാർട്സുകൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബെൽറ്റ് നമുക്ക് അത് തന്നെ മതി, അത് കിടന്ന് ഓടട്ടെ. നല്ല ബെൽറ്റാണ്, വേറെ യാതൊരു കംപ്ലൈൻറ്റ് ഇല്ല, ധൈര്യമായിട്ട് ഓടിക്കാം കേട്ടോ. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ആ പൊടി കയറിയിട്ടുള്ള നല്ല രീതിയിലുള്ള പൊടിയുടെ അതിപ്രസറാണ്. അതൊക്കെ ശരിക്കും എയർ അടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഇവിടെ ലീക്കേജ് കാണുന്നുണ്ട്. അത് ആ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്ത് തന്നെയാണ്. അത് അഴിച്ച് നമുക്ക് ആ ഗ്യാസ്കറ്റ് കൈയോടെ മാറ്റി കളയാം. ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് മാറ്റാം. അതല്ലെങ്കിൽ നമുക്ക് ഗ്യാസ്കറ്റ് ബോണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിലും ക്ലിയർ ചെയ്തിടാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അതിന് 2 കേബിൾ വരാം. ഇതിപ്പോൾ ഒരു കേബിൾ കട്ട് ചെയ്തിട്ട് ഒരു കേബിളും വേണം വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ നോക്കുമ്പോൾ അറിയാം 2 കേബിളാണ് നമുക്ക് 60 മോഡലിന് വരാം. ഓറിനെടുത്ത് കളഞ്ഞേക്കാണ് ഇതിൻ്റെ. ശരിക്കും അതൊരു ഇവിടെ നോക്കുമ്പോൾ അതിപ്പോൾ 2 കേബിളുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് നിർത്തിയേക്കാതാണ്. 2 കേബിളാണ് ശരിക്കും വരാം. 2 കേബിൾ ഇട്ടിട്ട് ഐസൊലേറ്റ് കറക്റ്റാക്കി നിർത്താമെന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ റൈറ്റ് മെത്തേഡ്. പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഞാൻ ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതൽ നടത്തി വിടുന്നുണ്ട് കേട്ടോ. വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. 13.11 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വാറണ്ടി പീരീഡിലുള്ളതാണ് ബാറ്ററി എന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. 2024 ബാറ്ററി. 2024 വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്. അതിന് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ്ങിന് ചെയ്യാനായിട്ട് എടുക്കുന്നതിൻ്റെ ലോഡ് എടുക്കുന്നതിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ട് വന്നേക്കുന്നതായിരിക്കാം. വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ആണ് ഇവിടെ കംപ്ലൈൻറ്റ് കാണിക്കുക. ഇപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് നമുക്ക് കയറ്റിയിടാം ബാറ്ററിയുടെ കേസ്. വാറണ്ടിയിലുള്ളതാണ്. സെൽഫിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കാണിക്കേണ്ടെങ്കിൽ ഓർമ്മയിൽ വെച്ചേക്കണം. വാറണ്ടിയിലുള്ളതാണ്. വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് വിടേണ്ടതാണ്. അപ്പോൾ
പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ സ്പീഡോമീറ്ററിൻ്റെ കേസ് പറഞ്ഞത് കേബിളിൻ്റെ അല്ല, കേബിൾ വർക്ക് ചെയ്യുന്നുണ്ട്, മീറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അത് ഈ മീറ്റർ അസംബ്ലിയെ പാടി ഫുള്ളായിട്ട് മാറ്റാനാണ് പറ്റുള്ളൂ, നമുക്ക് റിപ്പയറിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല സംഭവം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ നയിച്ച് കൂട്ടത്തികൾ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കേബിളുകൾ ഈ ഒരു കേബിൾ വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, തൽക്കാലം അത് കിടക്കട്ടെ, കൂടുതൽ കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റിയാൽ മതി. ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, പുതിയ ടയറുണ്ട്, വലിയ പഴക്കമായിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിലൂടെ മാറ്റിയേക്കണതാണ്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് മാറ്റേണ്ടത്. ഇപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല, ക്ലീനായിട്ട് റീസെറ്റ് ചെയ്താൽ മതി. എഞ്ചിൻ ഓയിലിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, ഓയിൽ വലിയ കുഴപ്പം കാണുന്നില്ല കേട്ടോ. ഓയിലിൻ്റെ കേസ് മാറ്റാനും പറഞ്ഞിട്ടില്ല, മാറ്റേണ്ടതെന്നും പറഞ്ഞില്ല, ചെക്ക് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ ജനറൽ സർവീസിൽ ഓയിൽ ടെസ്റ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. കളർ കാര്യമായിട്ട് മാറിയിട്ടൊന്നുമില്ല. സാധാരണ നമുക്ക് ഓയിൽ ചേഞ്ച് 3000 കിലോമീറ്റർ കൂടുമ്പോൾ 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഓയിൽ മാറ്റി കളയണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ നോക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നുന്നില്ല. 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാറ്റിയാൽ മതി, നേരത്തെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. നമുക്കതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ക്ലച്ചിനകത്ത് വരുന്ന വീലുകൾ വരുന്നുണ്ട്. അതിനകത്ത് വരുന്ന വീലുകൾ, നട്ട്, ബുഷ്, റോഡർ ബുഷ്, ഡീസലൈഡ് എന്ന് പറയുന്ന ഐറ്റംസ് അത്രയും വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ് കവർ ഗ്യാസ്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ആ ഗ്യാസ്കറ്റ് ബോണ്ട് ഇട്ടിട്ട് അത് ക്ലിയർ ചെയ്യാം. ആക്സിലേറ്റർ കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട്, എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി, നിങ്ങളുടെ റിപ്പോർട്ട് കിട്ടിയാലും നമ്മൾ ചെയ്യുള്ളൂ. കാരണം ഇത് ശരിക്കും റൈറ്റ് മെത്തേഡല്ല, നമുക്ക് 2 കേബിളാണ് അതിൻ്റെ സ്ലൈഡർ വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ മീറ്ററിൻ്റെ കേസ് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി മെക്കാനിസത്തിൻ്റെയാണ് കംപ്ലൈൻറ്റ്. ഓക്കെ, അത് നമുക്ക് മാറ്റാനാണ് പറ്റുള്ളൂ. അത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി അത് ഓർഡർ ചെയ്ത് വരുത്തിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ്, ആക്സിലേറ്റർ കേബിൾ അടക്കം മാറ്റുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് ബാക്കിയുള്ള വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ കേസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കംപ്ലൈൻറ്റ്, ബട്ട് നമുക്ക് കണ്ട കംപ്ലൈൻറ്റ് നമ്മൾ ഓർമ്മയിൽ ശ്രദ്ധയിൽ പെടുത്തിയെന്നുള്ളൂ. അതും ഈ പറഞ്ഞ രീതിയുടെ റിപ്ലൈയിൽ പറഞ്ഞാലാണ് നമ്മൾ അതനുസരിച്ച് ചെയ്യുള്ളൂ കേട്ടോ. എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്, വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടും.